ഹായ്, ഇന്ന് നമ്മൾ യഹ് യെ എന്നുള്ള ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം എന്താണെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ, ഇവൾ, ഇത്, ഈ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. യെ എന്ന് പറയുന്നത് ഇവർ, ഇദ്ദേഹം, ഇവ, ഈ എന്നുള്ളത്. അപ്പോൾ യഹ് വെച്ച് നമ്മൾ വിശേഷിപ്പിക്കുന്ന അതേ കാര്യങ്ങളുടെ പ്ലൂറൽ ആയിട്ടുള്ള ഒന്നിൽ കൂടുതലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് യെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോഴും ഇത് നമ്മൾ എഴുത്ത് ഭാഷയിലാണ് യഹും യേയും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് സംസാരിക്കുമ്പോൾ യെ എന്നുള്ള വാക്കാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ യ രാഹുൽ ഹെ, ഇവൻ രാഹുലാണ്, അല്ലെങ്കിൽ നിങ്ങൾ രാഹുലിനെ കാണിച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് രാഹുലാണ് എന്നുള്ള അർത്ഥത്തിലും ആവാം. അതുപോലെ തന്നെ യ മേര ഘർ ഹെ, ഇത് എൻ്റെ വീടാണ്. അപ്പം ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ യേ രാഹുൽ ഹെ, യേ മേര ഘർ ഹെ അങ്ങനെയാണ് പറയുക. യേ മേരി കിതാബേ ഹെ, ഇവിടെ എന്തുകൊണ്ടാണ് യേ ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ കിതാബേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഒരു ബുക്കാണ് എന്നല്ല, ഇത് എൻ്റെ ബുക്സ് ആണ് എന്നാണ് പറയുന്നത്. ഇവ എൻ്റെ പുസ്തകങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേ എന്ന് പറഞ്ഞിട്ടുള്ളത്. യേ മേരി കിതാബേ ഹെ, ഇവ എൻ്റെ പുസ്തകങ്ങളാണ്. യേ മേരെ ദോസ്ത് ഹെ, ഇവർ എൻ്റെ ദോസ്താണ്, കൂട്ടുകാരാണ്. ഓക്കെ, അപ്പോൾ സംസാര ഭാഷയിൽ യേ തന്നെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുക. അതിപ്പം ഒരാളെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു സാധനത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളെയോ ഒന്നിൽ കൂടുതൽ സാധനങ്ങളെയോ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും യേന്ന് തന്നെയാണ് സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, അപ്പം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് യഹ് യേ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ എൻ്റെ കുട്ടികളാണ് എന്നുള്ള ആ ഒരു സെന്റൻസ് എങ്ങനെയാണ് ഹിന്ദിയിൽ വരിക എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് കോമെന്റ്സിൽ എഴുതാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള ഹിന്ദി വേർഡ് എന്ന് പറയുന്നത് ബച്ചേ എന്നാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിട്ട് കോമെന്റ്സിൽ എങ്ങനെയാണ് ഇവർ എൻ്റെ കുട്ടികളാണ് എന്ന് വരിക എന്ന് എഴുതാം കേട്ടോ. അതൊരു ചെറിയ ആക്ടിവിറ്റി ആണ്, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയാണ്.